ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ശിവകാശിയിൽ നിന്ന് ഏകദേശം ഒരാഴ്ച മുമ്പ് ശിവകാശിയിൽ നിന്ന് കുറച്ച് പടക്കമൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ അതിങ്ങനെ പാക്കാക്കി വെച്ചിരിക്കുകയാണ്. വിഷു അടുപ്പിച്ചിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് നിന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ ഐറ്റംസ് എന്ന് കാണണ്ടേ. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സേഫ് ആക്കിയിട്ട് വെച്ചത്. പടക്കം നമ്മൾ ഓർഡർ ചെയ്തത് നമ്മൾ അതിനകത്ത് സേഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം തണുപ്പൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇത് അവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് പാക്കാക്കി വെച്ച സാധനം. ഇതിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. നോക്കിയാലോ എന്നാലേ മൊത്തം ഉണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നല്ലോണം പാക്കാക്കി വെച്ചിട്ടില്ലെങ്കിൽ തണുത്ത് പോയില്ലെങ്കിൽ പടക്കമൊന്നും മര്യാദയ്ക്ക് പൊട്ടില്ല. അതുകൊണ്ടാണ് സേഫായിട്ട് നമ്മൾ ഇത് പാക്കാക്കി വെച്ചത്. ഇതാണ് സാധനം. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് എടുക്കട്ടെ. ഇത് മത്താപ്പൂവാണ്. രണ്ടെണ്ണമുണ്ട്. അടുത്ത സാധനമാണ്. അത് മത്താപ്പൂവാണ്. ഇത് നമ്മൾ എറിഞ്ഞു പൊട്ടിക്കുന്ന സാധനമാണെന്ന് തോന്നി. ഏറുപടക്കോ. ഇത് വേറൊരു അടിപൊളി സാധനമാണ്. ഇതെന്താ അതിൻ്റെ പേരെന്താ? പോപ്പ് ഹോട്ട് സ്റ്റിക്ക്. അത് സ്റ്റിക്ക് പോലത്തെ സാധനമാണ്. ഒരു പാക്ക് ഇതായിട്ടുണ്ട്. ഇത് ചക്രം, ഗ്രൗണ്ട് ചക്രം. ഇത് പൂത്തിരിയാണ്. 50 സെൻറ്റിമീറ്ററിൻ്റെ പൂത്തിരിയാണിത്. ഇതാ ഒന്നും കൂടെ ഉണ്ട്. 50 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പൂത്തിരി ഉണ്ട്. ഇതാ ചെറിയ കമ്പിത്തിരി വേറെ ഉണ്ട്. ഇതിൽ വേറൊരു കമ്പിത്തിരിയാണിത്. ഇതുപോലത്തെ ഒരു സാധനം. ഇതാണ് ഇത് ഗ്രൗണ്ട് ചക്രം. നമ്മൾ വാങ്ങിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. അടുത്തത് കമ്പിത്തിരിയാണ്. ഇതൊക്കെ വേറെ വേറെ കളറിലുള്ള സാധനങ്ങളാണ്. ഇത് ബിംബും. ചെറിയ പിരി എന്ന് പറഞ്ഞ് പൊട്ടുന്ന സാധനമാണ് ഇതും അതുപോലത്തെ ഒരു ഐറ്റംസാണ്. ഇത് എനിക്ക് തോന്നുന്നത് മറ്റേ പാമ്പായിട്ട് വരുന്ന ഒരു ചെറിയൊരു സംഭവമാണ്. ഇത് പൂത്തിരിയാണിത്, കമ്പിത്തിരി. ഇതൊക്കെ അതിൻ്റെ ഓരോരോ കളർ ചേഞ്ചുകളാണ്. ഇതെന്താണെന്ന് വെച്ചാൽ മുകളിലേക്ക് പൊട്ടുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നത്. മേശപ്പൂ പോലുള്ളൊരു സാധനമാണിത്. ഇത് കമ്പിത്തിരി. അടുത്തത് ഇതും അതുപോലെ തന്നെയുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റ്. ഇത് മേശപ്പൂ പോലെ നല്ല പൊങ്ങി വരുന്നൊരു സാധനമാണ്. ഇത് അത് തന്നെ 2 ഉണ്ടായിരുന്നു. ഇത് 12 സ്കൈ ഷോട്ടാണ്. 12 ഇല്ലേ? 12 സ്കൈ ഷോട്ടാണിത്. മുകളിൽ പോയി പൊട്ടുന്നത്. ഒന്നും കൂടെ ഉണ്ട്. 2 ഉണ്ടായിരുന്നേ. ഇതാ മേശപ്പൂ. ചെറിയ ടൈപ്പിലുള്ള മേശപ്പൂവാണ്. ഇതും ഫ്ലവർ പോട്ടാണ്. ഫ്ലവർ പോട്ട് ഏതോ ഒന്നിൻ്റെ ഉള്ളിൽ നിന്ന് വീണ് പോയതാണിത്. കുരുവി. ഇതാണ് കുരുവി പടക്കം. അടുത്ത ഐറ്റംസ് പടക്കമാണ്. പടക്കം നമ്മൾ അധികം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പടക്കേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അടുത്തത്
ഇത് മുകളിൽ പോയി പൊട്ടുന്ന ഇതെന്താ നമ്മളിവിടെ വേണമെന്നാണ് ഇതിന് പറയുക. റോക്കറ്റ്. ഇതൊരു റോക്കറ്റ് കൂടെ ഉണ്ട്, 2 റോക്കറ്റ് ഉണ്ട്. ഇങ്ങോട്ടേക്ക് വെക്കാം. ഇതടുത്തതായിട്ട് ഇതും ഇതുപോലെ തന്നെ മുകളിലേക്ക് വരുന്ന ഒരു സാധനമാണ്. കുഴപ്പമില്ല, അത്യാവശ്യം. ഇത് എല്ലതും ഓരോ ബോക്സ് ആയിട്ടാണ് വരുന്നത്. ഇതിനകത്തൊക്കെ ഒരു 10-20 പീസ് ഉണ്ടാവും. ഇത് അടുത്ത കമ്പിത്തിരിയാണ്, അത്യാവശ്യം നീളമുണ്ട്. ഇതാ സാധനം. ഇതൊക്കെ വേറെ വേറെ കളറിലാണ് വരുന്നത്. അടുത്തത് ടിംഗ്ലിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത്. ഇനി എന്താണെന്ന് കറക്റ്റ് നോക്കണം. അടുത്തത് കമ്പിത്തിരി. ഇതും അതുപോലെ ഒരു പെൻസിലാണെന്ന് തോന്നുന്നത്. ഒന്ന് പൊളിച്ച് നോക്കാം, പെൻസിലാണോ എന്നൊന്ന്. അത് കളറാകുന്ന ഒരു പെൻസിൽ പോലെ അവിടെ കത്തിക്കുന്നത്. 3 എണ്ണമാണ് ഇതിനകത്തുള്ളത്. വെക്കുന്നുണ്ട്. ഇതും സ്പെഷ്യൽ ടിംഗ്ലിങ് സ്റ്റാർ. ഇത് മീൻസ് ഇത് ചക്രമാണിത്. ഇത് നിലത്ത് കിടന്ന് കറങ്ങുന്ന ചക്രമാണ്. ചക്രത്തിൻ്റെ ഒരു ബോക്സാണ്. ഇതാണ് സാധനം, ചക്രം. 2 സൈഡും കറങ്ങുന്നു. 2 സൈഡിലും ഉണ്ട് ഇതിൻ്റെത്. ഓക്കെ, ഇവിടെ വെക്കാം. അടുത്തത് ഇതാണ് 1K ഷോട്ട്. 2 എണ്ണം ഉണ്ട്. 1000 എണ്ണത്തിൻ്റെ മാലയാണിത്. 1000 എണ്ണത്തിൻ്റെ 1K 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഐറ്റംസുകളൊക്കെ പല തരത്തിലുള്ള കമ്പിത്തിരികളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വെക്കുന്നത്. ഇതും ബിംബും ചെറിയ രീതിയിൽ കിടികിടിന്ന് പറഞ്ഞിട്ട് പൊട്ടുന്ന സാധനങ്ങളാണിത്. അടുത്ത ഐറ്റം ഇതെന്താണെന്ന് നോക്കാം. എന്താണെന്ന് മനസ്സിലായില്ല. ഇത് വേറൊരു ടൈപ്പ് ചക്രമാണ്. 2 എണ്ണം ഉണ്ട്. ചക്ര 2 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് കിറ്റ്കാറ്റ്. ഇതെന്താ നോക്കാം, തുറന്ന് നോക്കാം നമുക്ക്. ചെറിയ പടക്കാണിത്. ഓക്കെ, ഇതൊക്കെ അങ്ങോട്ടൊക്കെ വെക്കാം. ഇതും അത് തന്നെയാണ്. ഇതൊക്കെ കാറ്റ് ചെറിയ പടക്കങ്ങളാണ്. ഇതാണ് പേപ്പർ ബോംബാണിത്. നോക്കാം. ഇത് പേപ്പർ ബോംബാണ്. ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇത് കത്തിക്കുമ്പോൾ അറിയാം. പേപ്പർ ബോംബ് എന്നൊക്കെ പറയുന്നുണ്ട്. മുകളിൽ പൊട്ടുന്നതാണോ അറിയില്ല. അടുത്തതായിട്ട് ഇതാണ് വരുന്നത്. ഇത് നമുക്കൊന്ന് ബോക്സ് ചെയ്ത് നോക്കാം, എത്തിച്ച് നോക്കാം എന്താണ് ഐറ്റംസ്. ഇത് വലിയ മേശപ്പൂവാണിത്. 10 എണ്ണം ഉണ്ട്. എടുക്കട്ടെ. അശോകം. ഇത് ചക്രാണ്. അടുത്തതായിട്ട് ബോംബ്. ഇത് ബോംബ് വേറെ റൈറ്റാണ്. നോക്കാം. ഇതാണ് ബോംബ്. അമ്മട്ടി കുലുങ്ങും ഗുണ്ട് കിടക്കട്ടെ. അടുത്തത് ഇത് നമ്മൾ പൊട്ടിച്ചിരുന്നല്ലേ. ഇത് മറ്റേതാ മേശപ്പൂവാണ്. അടുത്തതായിട്ട് അത് തേനീച്ചയാ. തേനീച്ച ഉണ്ട്. ഇത് ചെറിയ മേശപ്പൂവാണ്. ഇതെന്താ നോക്കാം. ചെറിയൊരു ഐറ്റം ഉണ്ട്. ചെറിയ ചക്രം. ഓക്കെ, അടുത്തത് അമ്പോ അതാണ്. അത്യാവശ്യം വലിപ്പമുള്ള സാധനമാണ്. കുഴപ്പമില്ല. പുലിൻ്റെതാണ്. ഇതാണ് ഈ പാക്ക് തന്നെയാണ്. ഇതും 2 സെയിം പാക്കാണ്. ഓക്കെ,
ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയത്. ഇതൊക്കെ 2-3 ദിവസം കൊണ്ട് തീരുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ 1-2 എണ്ണം നമ്മൾ സാമ്പിൾ കത്തിച്ച് നോക്കുക, എന്താ അവസ്ഥ എന്നറിയണമല്ലോ. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം കത്തുന്നുണ്ട്. നമ്മൾ വിചാരിച്ച് ഇനി തണുത്ത് പോയോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിനി, പക്ഷേ കുഴപ്പമില്ല, കത്തുന്നുണ്ട്. തണുത്ത് പോയോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടായിനി, കുഴപ്പമില്ലാത്ത രീതിയിൽ കത്തുന്നുണ്ട്. ബാക്കിലേക്ക് പിടിക്കുന്നില്ല, അത്യാവശ്യം പടക്കങ്ങളൊക്കെ ഉണ്ട്. റെഡിയാണ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ കത്തിച്ച് നോക്കുകയാണ് എങ്ങനെ ഉണ്ട്, ഇത് കത്തുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അതിന് വാ, ഇതാ കത്തുന്നുണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. പകലായതുകൊണ്ടാണ് പൊക്കി പിടിക്കേ മുഖത്തേക്ക് വരുന്നതാ. അത്രേ ഉള്ളൂ, ഇത് അതിലിട്ട്. ഇല്ല ഇല്ല, കത്തിക്കട്ടെ. അപ്പോൾ ഇത് അയ്യോ, അപ്പോൾ ഇത് കത്തുമെന്ന് നമുക്ക് സംശയം ഉണ്ടായിനി. കുറച്ച് ദിവസം മുന്നേ വാങ്ങി വെച്ചതാണ്, നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സംശയം ഉണ്ടായിനി തണുത്ത് പോയിട്ടുണ്ടോയെന്ന്. പക്ഷേ ഒരു ഇതുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഇത് കത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഇതിൻ്റെ സാമ്പിൾ വെടിക്കെട്ടുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഇന്ന് തന്നെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. വിഷുവിൻ്റെ ഒരു ആഘോഷം ഇന്ന് തന്നെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്, അടുത്ത സാമ്പിൾ വെടിക്കെട്ടിന് കാണാൻ നമുക്ക്.